ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ലോകത്തെവിടെയുമുള്ള മനുഷ്യർ വേദനയോടുകൂടി അല്ലാതെ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല. അതിലും എത്രയോ വേദനാജനകമായ അവസ്ഥയിലായിരിക്കും അവിടെ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവുക. വിപിൻ, ഇനിയിപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളുടെ സമയമാണല്ലോ. ഈ വീട്ടിലെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുക? ഈ വീട്ടിലുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും ജി.കെ. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളിലേക്കായി ഇവിടെ നിന്നും ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. അവിടെ വെച്ചാണ് ഇന്ന് ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും എത്തുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ സംബന്ധിച്ച് അനന്തു ആരൊക്കെയോ ആയി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇവിടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഒരു പയ്യൻ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം, അതെങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. ഒപ്പം ഈ ഒരു വേദന അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇന്നലെയൊന്നും ആ വീട്ടുകാർ ഈ വിവരം അറിയിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ഇന്ന് രാവിലെ മാത്രമാണ് ആ വീട്ടുകാരെ അറിയിച്ചത്. കാരണം അവർക്കത് താങ്ങാൻ കഴിയില്ല എന്ന് ഈ നാട്ടുകാരിലെ ഓരോരുത്തർക്കും അത്രത്തോളം അറിയാമായിരുന്നത് കൊണ്ട് തന്നെ എങ്ങനെ ഇത് അറിയിക്കും എന്നുള്ളൊരു വേദന കൂടി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവരെ അറിയിച്ചപ്പോൾ തന്നെ അപ്പോൾ മുതൽ തുടങ്ങിയിട്ടുള്ള വലിയ കരച്ചിലുകളും വേദനയും ഒന്നും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ ഒരു മാനസികമായിട്ടുള്ള ഒരു വ്യതയിലൂടെ കടന്നു പോകുന്നു. വരുന്ന ഓരോ ആളുകളും അവർക്ക് മറ്റെല്ലാം മാറ്റിവെച്ച്, അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ മറ്റെന്താ അവരുടെ താല്പര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും തന്നെ അത്രത്തോളം വിഷമിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളാണ്. അനന്തുവിന്റെ സുഹൃത്തുക്കളൊക്കെ എന്റെ അടുത്തൊക്കെ ഇരുന്ന് അവർ കരയുന്ന ഒക്കെ കാണുകയാണ്. കാരണം അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പോലും സ്കൂളിലേക്ക് വന്ന് ഇന്നലെ ആ ഒരു അവധി മൂഡിൽ ഒക്കെ വന്ന് ഫുട്ബോളൊക്കെ കളിച്ച് ഒരു മീൻ പിടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് ഇത്ര വലിയൊരു അപകടം നടന്നത്. ഇനി അതെല്ലാം ഓർമ്മയാണ് എന്ന് വിശ്വസിക്കാൻ പോലും ഇവർക്കാർക്കും കഴിയുന്നില്ല. അത് എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനു പറ്റിയ വാക്കുകൾ കിട്ടുന്നില്ല. അതൊക്കെയാണ് ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വേദനയുള്ള നിമിഷങ്ങൾ. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട് മുഴുവൻ ഒഴുകി എത്തുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയാവില്ല. പരിക്ക് പറ്റിയ 2 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷത്തിൽ ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് ബാക്കി. അതിനുശേഷം ജിത്തു എന്ന അനന്ത് നൽകിയ ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല നിമിഷങ്ങളും അതെല്ലാം ഓർമ്മകൾ മാത്രമായി മാറും. അല്പസമയത്തിനകം തന്നെ ശ്മശാനത്തിലേക്ക് മൃതദേഹം എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിനു മുൻപ് വീട്ടിലൊരു ചടങ്ങുണ്ട്. നമ്മൾ ഈ സഹോദരിമാരെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് സഹോദരിമാര്, അടുത്ത ബന്ധുക്കളും അമ്മയും ഒക്കെയാണ്. അവരെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ അവർ വാവിട്ട് കരഞ്ഞ് ഈ നിമിഷത്തെ എന്ത് ചെയ്യുമെന്നറിയാതെ അത്ര വേദന അവർ എല്ലാം സഹിക്കുകയാണ്. എങ്ങനെ അത് പറയണം, വാക്കുകൾക്ക് അതീതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു നേരത്തിലൂടെയാണ് എല്ലാവരും ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജി.കെ. ശരി, അനന്തുവിന് അന്ത്യയാത്ര നൽകുകയാണ് നാട്. വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇന്ന് വൈകിട്ടാണ് സംസ്കാരം.